ഏട്ടത്തി എന്നോട് നേരത്തെ ഒരു ചായ ചോദിച്ചില്ലായിരുന്നോ? അപ്പൊ ഞാൻ വേറൊരു ടെൻഷനിലായിരുന്നു. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ മുറിയിൽ ചെന്നിരുന്നപ്പോ ഞാൻ ആലോചിച്ചു, ആദ്യമായിട്ട് ഏട്ടത്തി ഒരു ചായ ചോദിച്ചിട്ട് അത് ഞാൻ തന്നില്ല എന്ന് പറഞ്ഞാ മോശമല്ലേ? അപ്പോഴാ നിധിമോൾ എനിക്ക് ചായയും കൊണ്ടുവന്നത്. എങ്കി പിന്നെ ആ ചായ ഏട്ടത്തിക്ക് കൊണ്ടുതരാമെന്ന് വിചാരിച്ചു. ദാ പിടിക്ക്, കുടിക്കേട്ടത്തി. ദാ പിടിക്ക്. എന്തിനാ മടിക്കുന്നേ? പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാ ഞാൻ ഈ തരുന്നേ. വാങ്ങിക്ക, വാങ്ങിക്കെടുത്തി. ഇനി കുടിക്കേ. എടുത്തി എന്താ കുടിക്കാത്ത? ചായ കുടിക്കെടുത്തി. ആണെങ്കി വാ, ദാ നമുക്ക് അവിടെ ഇരുന്ന് കുടിക്കാം. വാ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ആയിക്കോട്ടെ, എന്നാ പിന്നെ കുടിക്കേ. എന്താ എടുത്തി കുടിക്കാതെ വെച്ചോണ്ട് നിക്കുന്നേ? നല്ല ചൂട് ചായ കുടിക്കുന്നതാണ് അമ്മയ്ക്ക് ശീലം. മിക്കവാറും അത് തണുത്തു പോയതുകൊണ്ടായിരിക്കും അമ്മ കുടിക്കാത്തത്. ആണോ എടുത്തി? തണുത്തു പോയോ? എങ്കിതാ ഞാൻ ചൂടാക്കി കൊണ്ടുവരാം. വേണ്ട, നല്ല ചൂടുണ്ട്, ഞാൻ കുടിച്ചോളാം. ഓക്കെ, ഇപ്പോഴാ സമാധാനമായത്. എന്നാ ശരി. ഹലോ. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വന്നതാ. ഓർഡർ ചെയ്ത പാർസൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആരെ ഏൽപ്പിക്കണ്ടേ? അത് ശിവാനി എന്ന പേരിൽ വന്ന പാഴ്സലല്ലേ? അതെന്തിനാ വേറെ ആളെ ഏൽപ്പിക്കുന്നത്? സെക്യൂരിറ്റി ഇതാ ഇവിടെ ഉണ്ട്. പുള്ളി ഏൽപ്പിക്കട്ടെ? വേണ്ട വേണ്ട, അങ്ങനെ ആരെ ഏൽപ്പിക്കണ്ട, ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ശരി മാഡം. ഒളിച്ചും പാത്തും ഇവളിത് എങ്ങോട്ടാ പോകുന്നേ? പാഴ്സൽ കൊടുത്താൽ മതിയെങ്കിൽ ഞാൻ മേഡത്തിന് കൊടുത്തേക്കാം. എടോ വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. കൊണ്ടുവരുന്ന കാര്യം അഡ്വാൻസ് ആയിട്ടൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? വീടിന്റെ വാതിൽക്കൽ നിന്നിട്ടാണോ വിളിക്കുന്നത്? സോറി മാഡം. ഒരു സോറി. ഇവളുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ. എന്തായിരിക്കും പാഴ്സല്? എന്തേലും ആവട്ടെ.
ദിവസം ആരും അറിയാതെ ഇതൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കുന്ന പാട് എനിക്കല്ലേ അറിയൂ. എല്ലാം ഒന്ന് ഒളിപ്പിച്ചു വെക്കട്ടെ. ഈ ബില്ല് പോലും ഇവിടെ ഇരിക്കുന്നത് അപകടം. ഇത് നശിപ്പിച്ച് കളഞ്ഞേക്കാം. വേസ്റ്റ് ബിന്നിലിടണ്ട, ഇതും അപകട. ഇത് പ്രണവിന്റെ മുറിയെന്നാണല്ലോ. ശിവാനിയായിരിക്കും കേറിയിട്ടത്. എന്തായിരിക്കും അവളെ കേറിയിട്ടത്? മെഡിക്കൽ സ്റ്റോറിൽ നിന്നുള്ള ബില്ലാണല്ലോ. ഉറപ്പായും കൊണ്ടുവന്ന പാഴ്സലിന്റെ ബില്ലായിരിക്കും. ഈ ബില്ലിങ്ങനെ കയറി എറിയണമെങ്കിൽ ഉറപ്പായും ശിവാനിക്ക് എന്തോ മറക്കാനുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. അമ്മയാണല്ലോ. ഹലോ, എന്താ അമ്മേ? മോളെ, നീ ഇപ്പൊ എവിടാ? എവിടെയെന്നാ? ഞാൻ വേറെ എവിടെ പോവാനാ? ഈശ്വരമംഗലത്ത്. എങ്കിലും നീ ഒരു കാര്യം ചെയ്, വേഗം ഇറങ്ങി ഇവിടെ GR ഹോസ്പിറ്റലിലേക്കൊന്നു വാ. ഞാൻ ഹോസ്പിറ്റലിലുണ്ട്. ഹോസ്പിറ്റലില്? എന്തു പറ്റിയമ്മ? കാര്യമൊക്കെ വന്നിട്ട് പറയാം. നീ വേഗം ഇങ്ങോട്ട് വാ, സമയം കളയേണ്ട അത്യാവശ്യ. അമ്മ കാര്യം പറ. അസുഖം വല്ലാണോ? എന്താ പ്രശ്നം? അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പറയാം. നീ വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. ഞാൻ കുളിക്കാൻ പോവായിരുന്നു. കുളിച്ചു കഴിഞ്ഞിട്ട് വന്നാ പോരെ? കുളിക്കാനും ജപിക്കാനും ഒന്നും നിക്കണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറ. നിനക്കിപ്പോ വരാൻ പറ്റോ ഇല്ലയോ? ശരി, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാൻ. ഡ്രസ്സൊന്ന് മാറട്ടെ. ഒട്ടും സമയം കളയണ്ട കേട്ടോ, പെട്ടെന്ന് ഇങ്ങ് വാ. ആ ശരി ശരി ശരി, വാ. എന്നെ കണ്ടതിന്റെ പേരില് നീ നടത്തത്തിന്റെ വേഗതയൊന്നും കുറയ്ക്കണ്ട. കാരണം നിന്റെ എല്ലാ കള്ളത്തരവും എനിക്കറിയാം. ദൈവം എന്റെ കൂടെയാ ശിവാനി. നിന്റെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി തെളിയിക്കാനുള്ള ഓരോരോ കാര്യങ്ങള് ദൈവമായിട്ട് തന്നെ എന്റെ കൈകളിലേക്ക് തന്നുകൊണ്ടേയിരിക്കും. ദൈവം തന്നു എന്ന് ഞാൻ പറയുമെങ്കിലും സത്യത്തിലൊരു തെളിവ് എന്റെ മുൻപിലേക്ക് ജനാല വഴി ഇട്ട് തന്നത് നീ തന്നെയാ. ദേ നോക്കി. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി നീ വലിച്ചു കയറി ജനാല വഴി പുറത്തിട്ടതാ. നിന്റെ കഷ്ടകാലത്തിന് അത് വന്ന് വീണത് എന്റെ മുമ്പിലായിപ്പോയി. ഇതുപോലെ ഒന്ന് ഒപ്പിച്ചെടുക്കാൻ